പൊതുവേ മനുഷ്യർ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്ന സാധനമൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റലിജൻസ്, ഇൻ്റലക്റ്റ് എന്നൊക്കെ പറയുന്ന വേറെ കാര്യങ്ങളാണ്. അത് വെറുതെ ശരിക്കും അത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വാക്കുകളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ കുറേ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തലയിരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാണ് ഭൂരിഭാഗം ആൾക്കാർ. അപ്പോൾ ഇവിടെയാണ് ഈ മണ്ടന്മാരെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ 4 തരത്തിലുള്ള ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 4 തരം പശുത്തൊഴുത്തുകളാണുള്ളത്. എന്താണ് പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളെല്ലാവരും, ഞാനും നീയും, നമ്മളെ ഒറിജിനൽ വിളിക്കേണ്ട പേര് വേദാർത്ഥം എന്നാണ്. ഈ വേദാർത്ഥം എന്ന് പറയുന്നത് 7 കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. അതിൻ്റെ അകത്ത് നിന്ന് അതിലെ ദവും ദേവാർത്ഥത്തിലെ ദേവും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാക്ക് കിട്ടും, ദേവത എന്ന് പറഞ്ഞിട്ട്. ഈ ദേവതയാണ് ഹിന്ദു സംസ്കാരത്തിൽ ദേവത, കുലദേവത, മറ്റേ ദേവത എന്നൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ഈ പറയുന്നവന്മാർക്ക് അറിയത്തില്ല. അപ്പോൾ മാര് പറയുന്ന ദേവതയൊക്കെ ചിലപ്പോൾ സാരി ഉടുത്ത് ഇരിക്കുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള ഇമാജിനേഷൻസാണ്. ദേവത എന്ന് പറയുന്നത് ഒരു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ള സൃഷ്ടി ഗുണങ്ങളാണ്. അടിസ്ഥാന ഗുണം 3ഉം അതിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ 7 അടിസ്ഥാന ഗുണങ്ങളുണ്ട്. അതിനെയാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളെ ഒന്നിൽ നിന്നും മറ്റൊന്നിൽ നിന്നും സൂക്ഷ്മമായിട്ട് വേർതിരിച്ചറിയാനായിട്ടുള്ള ആ സെൻസിനെയാണ് നമ്മൾ എന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സൃഷ്ടി മേഖല. 3 തരത്തിലുള്ള മേഖലകളാണ് നമുക്കിവിടെ ഉള്ളത്. വസ്തു നിർമ്മാണ മേഖല, ഇന്ദ്രിയ രസവിദ്യാ മേഖല, വ്യവസ്ഥാ മേഖല. അപ്പോൾ ഈ 3 മേഖലകൾക്കകത്തുകൂടെ നമ്മൾ ആദ്യം പറഞ്ഞ സൃഷ്ടി ഗുണങ്ങൾ കടന്നു വരുമ്പോൾ ഓരോ മേഖലയിലും ഉപമേഖലകളുണ്ട്. ആ ഉപമേഖലകൾക്കകത്തുകൂടെ ഈ സൃഷ്ടി ഗുണങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നതിനെയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ദേവത എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് എന്നെയും നിന്നെയും ഒരുമിച്ച് വിളിക്കേണ്ട പേര് അദ്വൈതാർത്ഥം എന്നാണ്. ഇതിലെ ദേവത എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് അർത്ഥം എന്ന് പറയുന്നൊരു വാക്കാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ മൃഗത്തെ വിളിക്കുന്ന വാക്കാണ്. മൃഗത്തിന് ഈ ദേവത എന്ന് പറയുന്ന 3 ഗുണങ്ങളില്ല. അർത്ഥത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഋതം എന്ന് പറഞ്ഞു കിട്ടും. ഋതം എന്ന് പറയുന്നത് സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ്. അതിൽ നിന്ന് നമ്മൾ ആറും ടീയും എടുത്ത്, കാരണം ഋതം എന്ന് വിളിക്കുന്നതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഋതമാണ്, രണ്ടാമത്തത് തെമ്മാണ്, മൂന്നാമത്തത് റാം ആണ്. അപ്പോൾ റാമും റമ്മും തെമ്മും ഋതവും അത് സസ്യത്തെ സംബന്ധിക്കുന്ന 3 വാക്കുകളാണ്. അതിൽ നിന്ന് നമ്മൾ ആറും ടീയും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പദാർത്ഥ രൂപങ്ങളെയും എന്ന് പറഞ്ഞ് വിളിക്കാം. മാത്രമായിട്ട്. അതാണ് ഇപ്പോൾ ഒരു ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ആണെന്ന് പറയും. അപ്പോൾ ഈ മറ്റേ ബേസിക്കലി നമുക്കിവിടെ 4 തരത്തിലുള്ള പശുത്തൊഴുത്തുകളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ ദേവത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവത എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളുടെ സൃഷ്ടി ഗുണങ്ങൾ, പിന്നെ ഗുണബോധങ്ങൾ, പിന്നെ ആവിഷ്കാരം. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അതായത് വിവിധ മേഖലകൾക്കനുസരിച്ചുള്ള ആവിഷ്കാരം. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഇതാണ് എന്നെയും ഒരു മൃഗത്തെയും വേർതിരിക്കുന്ന അടിസ്ഥാന കാരണം. അപ്പോൾ എന്നിൽ നിന്ന് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ മൃഗത്തെ പോലെ. അപ്പോൾ ഞാൻ മൃഗങ്ങളെ പോലെയുള്ള ഒരാളാണ് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നുണ്ടാവുന്നതാണ് അർത്ഥമായ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ്. അർത്ഥമായക്ക് പകരം അധമായ എന്നും പറയും. ഈ അധർമ്മം എന്ന് പറയുന്ന വാക്ക് മോശമാകുന്നത്, അധമം എന്ന് പറയുന്ന വാക്ക് മോശമാകുന്നത് ഇവിടുന്നാണ്. അർത്ഥമായ എന്ന് പറഞ്ഞാൽ തന്നെ മൃഗങ്ങളെപ്പോലെ കാണുക.
അതാണ് അർത്ഥമായ അധമായ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് മൃഗങ്ങളിൽ വംശബോധമുണ്ട്. വംശബോധമല്ല, സോറി, മൃഗങ്ങൾക്ക് വംശമുണ്ട്. നമ്മൾ മൃഗങ്ങളെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ സിംഹം, അങ്ങനെ ഓരോ ജനറ്റിക്കാണ്, ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ടാവും. ഇതേപോലെ മനുഷ്യരുടെ ഇടയിലും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ജനിതകമായ വ്യത്യസ്തതയുള്ള ആൾക്കാരുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ. മറ്റേത് പല സ്പീഷീസ് ചേരുന്നതാണ് നമ്മൾ മൃഗമെന്ന് പറഞ്ഞു വിളിക്കുന്നത്. മനുഷ്യൻ ഒറ്റ ജാതിയാണ്. അതിൻ്റെ അകത്ത് ജനിതകമായ വംശങ്ങളുണ്ട് എന്ന ചിന്ത, അതായത് മൃഗങ്ങളെപ്പോലെ നമുക്കും ഇവിടെ ജനിതക വംശമുണ്ടെന്നുള്ള അബദ്ധമായ ചിന്ത, അതിൻ്റെ അകത്ത് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഒന്നാം പശുത്തൊഴുത്ത്. ആ പശുത്തൊഴുത്തിൽ നിന്നാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? ജാതി വ്യവസ്ഥ ഉണ്ടാവുന്നത്, കുലജാതി വ്യവസ്ഥ ഉണ്ടാവുന്നത്, രാജ്യജാതി ഉണ്ടാവുന്നത്. നിങ്ങൾ പറയല്ലേ, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം അങ്ങനെയൊക്കെ പറയാറില്ലേ? അതായത് രാജ്യജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ എന്തോ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, എന്തോ ഒരു ജനിതകം പ്രത്യേകമായിട്ട് കിടപ്പുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നുമില്ല, ഒരു സാധനമില്ല. അത് സംസ്കാര ജാതി, നമ്മളുടെ സംസ്കാരം എന്നൊക്കെ പറയും. ഏത് സംസ്കാരം? അതെങ്ങനെ ബ്ലഡിൽ കൂടി വരുമോ? അങ്ങനെ ഒന്നും വരില്ല. അങ്ങനെ ഒരു സംസ്കാരവും ഒരു ജാതി വ്യവസ്ഥയും അല്ല, ഒരു ജനിതകമായിട്ട് ഒരു സാധനവും വരില്ല. അതെല്ലാം പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് അത് അതേപോലെയാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നടക്കുന്ന മണ്ടത്തരം മാത്രമാണ്. അതേപോലെ പാരമ്പര്യ ജാതി, അതായത് ജനിതകത്തിലൂടെ പാരമ്പര്യം വരും, സംസ്കാരം വരും, രാജ്യത്തിൻ്റെ എന്തോ പാരമ്പര്യം വരും, കുലജാതി വരും എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ കഴിവുകൾ ജനിതകമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ലോകത്തെ ആ തരത്തിൽ വീക്ഷിക്കുന്നവനാണ് മൃഗങ്ങളെപ്പോലെ തന്നെയും കാണുന്നവൻ. മനസ്സിലായോ? അതാണ് ഒന്നാം പശുത്തൊഴുത്ത്. അതിൻ്റെ അകത്തു നിന്നാണ് ജാതി വ്യവസ്ഥ ഉണ്ടാകുന്നത്. എല്ലാ തരത്തിലുള്ള ജാതി വ്യവസ്ഥ, റേസിസം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയും അറേബ്യൻസ്, ഇന്ത്യക്കാർ എന്നൊക്കെ. ഇപ്പം ഞാനത് പറയുമ്പോൾ പലപ്പോഴും ഈ ടെറിട്ടറിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബ്ലഡിൻ്റെ ഇതും വെച്ചിട്ടല്ല. ഇന്ത്യൻ ബ്ലഡിന് പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യൻ ബ്ലഡ് എന്ന് പറയുന്ന സാധനമേ ലോകത്തില്ല. ഇപ്പം ജനിതകത്തിലൂടെ കഴിവുകൾ ഇങ്ങനെ ഉണ്ടാകുന്നു, കടന്നു പോകുന്നു, പകർന്നു വരുന്നു എന്ന തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്തതാണ്. അതൊരു പശുത്തൊഴുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ പശുത്തൊഴുത്ത് ഉണ്ടാക്കിയിട്ടാണ് ചില ആൾക്കാർ തങ്ങൾ ശ്രേഷ്ഠ ജനിതകമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ജനിതകം നമ്മളിലുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് ജനിതക ശ്രേഷ്ഠവാദവും ഉണ്ടാവും, ജനിതക ശുഷ്കവാദവും ഉണ്ടാവും. കാരണം ശുഷ്കന്മാരായിട്ട് കുറേ ആൾക്കാരെ കണ്ടാലല്ലേ ശ്രേഷ്ഠന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയുന്നത്. ഈ തരത്തിൽ അതായത് ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കണ്ടിന്യൂറ്റി ആണെന്ന് ചിന്തിക്കുന്ന പൊട്ടൻ പോലും ഈ ജനിതക വംശബോധത്തിൽ ചിന്തിക്കുന്നവനാണ്. അവൻ്റെ ഉള്ളിലും എന്തുണ്ട്? ജാതിയുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ പറഞ്ഞ ദേവത എന്ന് പറയുന്നത് അത് ആത്മസിദ്ധമാണ്, ജനിതകമായിട്ട് വരുന്നതല്ല. ഈ ദേവത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ ദേവത എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനിതകത്തെ കൂട്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലാണെന്ന് പറയാൻ. അത് സ്പെഷ്യലല്ല, അത് ജനിതകമായിട്ട് വരില്ല. അത് ഇൻഡിപെൻഡൻ്റായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ദേവതകളുണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ജനിതകത്തിലൂടെ വരുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ജനിതക ശ്രേഷ്ഠവാദം കൊണ്ടാണ് ഈ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകമായ എന്തോ ഒരു സംഭവമുണ്ട്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, യൂണിവേഴ്സിൻ്റെ എന്തോ പ്രത്യേക ആൾക്കാർ കണ്ടിട്ടില്ലേ? ഈ മേൽജാതിയിലുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സംഭവമാണ്. വെറും വിഡ്ഢികളാണ് പോകുന്നത്, മണ്ടന്മാരാണ് പോകുന്നത്. പക്ഷേ ജനങ്ങൾ മുഴുവൻ അവരെ ഭയങ്കര എന്തുമായിട്ട് കാണുകയാണ്. അവർക്കെന്തോ ജനിതകമായിട്ട് പ്രത്യേക സംഭവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പശുത്തൊഴുത്താണ് ഈ പറയുന്ന ജനിതക ബോധവംശം. അത് നിന്നിലും ഉണ്ട്. ഇപ്പം നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ടിന്യൂറ്റി ആണെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ആ ജനിതക ബോധ കൂട്ടത്തിലുള്ള ആ പശുത്തൊഴുത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു സാധനമില്ല. ഇന്നത്തെ കള്ളശാസ്ത്രവും അത് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജനിതകത്തിലൂടെ ധാരാളം ക്വാളിറ്റികൾ, കോപ്പാണ്. ആകെ 7 ക്വാളിറ്റിയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ആകെ 7 ക്വാളിറ്റികളേ ഉള്ളൂ. ആ 7 ക്വാളിറ്റികൾ ഓരോ മേഖലക്കനുസരിച്ച് ആവിഷ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഓരോ മനുഷ്യരെയും ഭയങ്കരമായിട്ട് വ്യത്യസ്തരാക്കുന്നത്. ഇതൊന്നും ജനിതകത്തിലൂടെ വരുന്നൊന്നുമല്ല. ആ ക്വാളിറ്റി ഏതാണെന്ന് അവന്മാരോട് ചോദിച്ചാൽ അവന്മാർ തന്നെ വായും പൊളിച്ചിരിക്കും. എന്ത് ക്വാളിറ്റി എന്ന് പറയാനാ? അങ്ങനെ ഒരു ക്വാളിറ്റികളുമില്ല ജനിതകത്തിലൂടെ വരുന്നത്. ഇതെല്ലാം ആത്മസിദ്ധമാണ്. അത് വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതാണ് ഒന്നാം പശുത്തൊഴുത്ത്. രണ്ടാം പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഋതം എന്ന് പറയുന്നത് സസ്യങ്ങളെ വിളിക്കുന്നതാണ്. നമ്മൾ ഋതം എന്ന് പറയുമ്പോൾ ഒന്ന് ടോട്ടൽ സത്യം,
ടോട്ടൽ ആ ഒരു വൃക്ഷത്തെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റെമ്മുണ്ട്, നമുക്കറിയാം. തൂണുകളായിട്ടൊക്കെ നമ്മൾ വെട്ടി നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കാനും മറ്റും കട്ടകളായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്നത് തെമ്മെന്നാണ്. പിന്നെ അതിൻ്റെ ഫ്രൂട്ടിന് നമ്മൾ റാം എന്നാണ് വിളിക്കുക. അതാണ് 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ നമ്മളെ സസ്യങ്ങളുമായിട്ട് ഉപമിച്ചു കൊണ്ട് കാണുന്ന രീതി, അവിടെയാണ് ധർമ്മബോധ കൂട്ടം ഉണ്ടാകുന്നത്. 2-ാം പശുത്തെഴുത്ത്. എല്ലാ മതപ്രസ്ഥാനങ്ങളും എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും എല്ലാ ഈ സയൻറ്റിസം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുണ്ട്. ഫെമിനിസം ആയിക്കോട്ടെ, കമ്മ്യൂണിസം ആയിക്കോട്ടെ, എത്തീസം ആയിക്കോട്ടെ, ക്യാപിറ്റലിസം ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാം ധർമ്മബോധ കൂട്ടങ്ങളാണ്. എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു വൃക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഫലം, ഒരു ആപ്പിൾ ഉണ്ടായി. ആ ആപ്പിളിനെ മൊത്തത്തിൽ നമുക്ക് ധർമ്മം എന്ന് വിളിക്കാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയാണത്. ആ ഫ്രൂട്ടിന് അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് അതിൻ്റെ അകത്തൊരു ഊർജ്ജം കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഗുണവും ഊർജ്ജവുമുള്ള രൂപത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതെങ്ങനെ ബോധമെന്ന് പറയുന്നത്? അതായത് പുറത്തോട്ട് ആവിഷ്കരിക്കുന്ന പെരിഫറലായിട്ടുള്ള ആക്ഷൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന രീതിയാണ് ധർമ്മബോധം എന്ന് പറയുന്നത്. അതായത് ആക്ഷൻസ് മാത്രം ചെയ്യുക. ഈ ധർമ്മം എവിടെ നിന്ന് ഉണ്ടാവണേ? ഈ പറയുന്ന ഫ്രൂട്ട് എവിടെ നിന്നുണ്ടായി? അതൊരു വൃക്ഷത്തിൽ നിന്നാണ്. ആ വൃക്ഷം എവിടെയാണ് നിലനിൽക്കുന്നത്? മണ്ണിലാണ്. ആ മണ്ണിൽ എന്ത് വേണം? വെള്ളം വേണം. ആ മണ്ണിൽ വളം വേണം. ആ മണ്ണിന് ഗുണം ഉണ്ടാവണം. ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും അന്വേഷിക്കാനോ ചിന്തിക്കാനോ താല്പര്യമൊന്നുമില്ല. അവിടെ ഈ പുറത്തോട്ട് വരുന്ന ഗുണം മാത്രം നോക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തോട്ട് വരുന്ന ആക്ഷൻസിനെ മാത്രം നോക്കി ജീവിക്കുക. അതിനെ സംബന്ധിച്ച് മാത്രം നമ്മളൊരു റെഗുലേഷൻ ഉണ്ടാക്കുക. അല്ലാണ്ട് അത് എവിടുന്ന് വന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് വേണ്ട. ഇന്ന പ്രവൃത്തി ചെയ്താൽ മതി. അതായത് ഇത് എവിടുന്ന് വരുന്നു, എന്തുകൊണ്ട് ഇത് വരുന്നു, ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പെരിഫറലായിട്ടുള്ള കുറേ ആക്ഷൻസിൻ്റെ ഒരു പുസ്തകം അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതേപോലെ അങ്ങോട്ട് ജീവിക്കുക. ഇതാണ് 10 കൽപ്പനകൾ എഴുതുന്നതും, അല്ലെങ്കിൽ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ നിയമങ്ങൾ എഴുതി വെക്കുന്നതും. ഈ പറയുന്ന എല്ലാ സ്പിരിച്വാലിറ്റിയുടെയും മതത്തിൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇതുണ്ടാവും. ഈ എന്താണ് പറയുക, അതിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസ് എവിടുന്ന് വരുന്നുവെന്നും അതെന്തിനു വരുന്നുവെന്നും അറിയുന്നിടത്താണ് ഇതൊക്കെ വെറും കള്ളത്തരമാണെന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഒരു ആപ്പിൾ മരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് മരം ഉണ്ടാക്കി, ആ ആപ്പിള് എങ്ങനെ ഉണ്ടായി എന്ന് അറിയുന്ന സ്ഥലത്താണ് ആപ്പിൾ മരത്തിൻ്റെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, ഓറഞ്ച് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, വെണ്ടക്ക കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് കുറേ ആപ്പിൾ മരം നിൽപ്പുണ്ട്, കുറേ വെണ്ടക്കയുണ്ട്, കുറേ ചക്കയുണ്ട്, ഇതിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ തിന്നുക മാത്രം, ഈ പെരിഫറലായിട്ട് വരുന്ന ഈ സാധനം തിന്നുകൊണ്ടിരിക്കണമല്ലാതെ ഇതെങ്ങനെ ഉണ്ടാകുന്നു ഇതൊന്നും അന്വേഷിക്കാത്ത ആൾക്കാർക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. ആ മരം കുറേ നാൾ കഴിയുമ്പോൾ, അതിൻ്റെ സമയം കഴിയുമ്പോൾ അത് ജീർണിച്ചില്ലാതാവും. വരാനിരിക്കുന്ന ജനറേഷന് ഒരു പിണ്ണാക്കും ഉണ്ടാവില്ല കഴിക്കാൻ. അങ്ങനെ വെറും മൂഢന്മാരായിട്ട് പെരിഫറൽ ആക്ഷൻസിനെ മാത്രം ബേസ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് മതത്തിലും ആത്മീയതയിലുള്ള ആൾക്കാരെല്ലാവരും. ഈ പറയുന്ന ഫെമിനിസം ആയിക്കോട്ടെ, ഇതെല്ലാം പെരിഫറലാണ്. ഇവർ പറയുന്ന വാക്കുകൾ എവിടെ നിന്ന് വരുന്നെന്ന് ഇവർക്ക് അറിയത്തില്ല. ഉദാഹരണത്തിന് തുല്യത, നീതി, കരുണ, അനുകമ്പ, സ്നേഹം, ദയ, പിന്നെ ഫ്രീ ഇച്ഛാസ്വാതന്ത്ര്യം, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിനായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതാർക്കും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വന്നിട്ട് പറയും എന്താണ് ഫെമിനിസം, എന്താണ് സ്ത്രീ തുല്യത എന്ന് പറയും. കമ്മ്യൂണിസം എന്താണ്? തുല്യതയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എത്തീസം എന്താണ്? എത്തീസം പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതാക്കണം, മനുഷ്യരെല്ലാവരും തുല്യരായിട്ട് കാണണം. ക്യാപിറ്റലിസം അത് വേറൊരു സംഭവം. ഇങ്ങനെ ഇവരുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എപ്പോഴും മൊറാലിറ്റിയെ സംബന്ധിച്ചിട്ട് ഇവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും ഇവരുടെ ചർച്ചകൾ മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്, ധർമ്മത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ധർമ്മമാണ് ഇവരുടെ മെയിൻ ഇഷ്യൂ. എന്താ കാരണം? കാരണം ഈ പൊട്ടന്മാർക്ക് ഇതെവിടുന്ന് വന്നു എന്നറിയത്തില്ല. ഇവന്മാർ ആപ്പിൾ മരത്തെയും ആപ്പിൾ ഇരിക്കുന്ന മണ്ണിനെയും ആ വളത്തെയും വെള്ളത്തെയും ഇതൊന്നും അവന്മാർക്ക് അറിയില്ല. അവന്മാർ ആകെ കാണുന്നത് ആപ്പിൾ അവിടെ ഉണ്ടായി, ആപ്പിൾ മാത്രം. അപ്പോൾ നമ്മൾ ആപ്പിളിനെ പോലെ കൃത്യമായിട്ട് അണിഞ്ഞൊരുങ്ങി വെള്ള പൂശി നടക്കുക. ഇതാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം പരസ്പരം എപ്പോഴും ശരിയും തെറ്റിൻ്റെയും പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കും. അവരുടെ ശരി ഇവൻ്റെ തെറ്റ്, ഇവൻ്റെ ശരി അവൻ്റെ തെറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ധർമ്മബോധ കൂട്ടം എന്ന് പറയുമ്പോൾ ധർമ്മം മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ വേറെ 2 സാധനമുണ്ട്. സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഇവൻ മറ്റേൻ്റെ ടീമാണ് കേട്ടോ, സനാതന ധർമ്മത്തിൻ്റെ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, 3 സനാതന ധർമ്മമുണ്ട്.
അല്ലാണ്ട് ഒന്നല്ല. സനാതനധർമ്മം 3. എന്താണ് സനാതനം? സനാതനം എന്ന് പറഞ്ഞാൽ സന തന അതിൻ്റെ അകത്ത് ന്യായം അങ്ങോട്ട് എടുത്ത് മാറ്റുക. ഇപ്പം എന്താ കിട്ടുക? സത്ത് ധർമ്മം. എന്താണ് സത്ത്? സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ, ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള മെഷർമെൻറ്റുകൾ. ഇത് രണ്ടും യോജിച്ച് വരുന്ന ധർമ്മത്തെയാണ് സത്ത് ധർമ്മം അതാ സനാതനധർമ്മം എന്ന് പറയുന്നത്. 3 സത്യങ്ങളുണ്ട്. 3 സത്യങ്ങൾ ചേരുന്നതാണ് സിദ്ധാന്തം, അല്ലാണ്ട് ഒന്നല്ല. ഈ 3 സത്യങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ. അല്ലാതെ അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നത് പോലെ കുറേ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാക്കി വെച്ചിട്ട് ഒരുത്തൻ ഇങ്ങനെ ജീവിക്കുന്നു, ഒരുത്തൻ അങ്ങനെ ജീവിക്കുന്നു, ഒരുത്തൻ ഇങ്ങനെ ജീവിക്കുന്നു, എന്നിട്ട് അടിയാണ് പരസ്പരം. ഞങ്ങളുടെ ദൈവമാണ് ഗ്രേറ്റ്, ഞങ്ങളുടെ ആത്മീയതയാണ് ഗ്രേറ്റ്, ഞങ്ങളുടെ മറ്റേതാണ് ഗ്രേറ്റ്, ഞങ്ങളുടെ ദേവൻ. എന്താണ് ഇതിൻ്റെ കാരണം? എന്താ? ഇത് മറ്റേ ഓറഞ്ചാണ് നല്ലത്, ആപ്പിളാണെന്ന് നല്ലതെന്ന് പറയുന്ന പോലെയാണ്. പേരക്കയാണ് നല്ലത്, ഓറഞ്ചാണ് നല്ലത്, ആപ്പിളാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് വെറുതെ. എന്നാൽ ഇതൊക്കെ എല്ലാം എവിടെ നിന്ന് വരുന്നു എന്ന് പഠിക്കുന്നിടത്താണ് ആരോഗ്യശാസ്ത്രം ഉണ്ടാകുന്നത്, അല്ലേ? ആരോഗ്യശാസ്ത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആയുർവേദം എങ്ങനെ ഉണ്ടാകുന്നത്? ഇതിൻ്റെ മൂല സോഴ്സ് പഠിക്കുമ്പോഴാണ്. എല്ലാത്തിൻ്റെയും സത്തിനെ പഠിക്കുന്നിടത്താണ് ആയുർവേദം ഉണ്ടാകുന്നത്. ഇത് പഠിക്കാത്ത മണ്ടന്മാർക്ക് ഈ ആപ്പിളും ഓറഞ്ചും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, വിഡ്ഢികൾ. അതാണ് എല്ലാ മത പ്രസ്ഥാനങ്ങളും. അപ്പോൾ നീ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ആത്മീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, സയൻറ്റിസം നിൻ്റെ തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പുസ്തകങ്ങളിൽ വായിച്ചിരിക്കുകയാണ് സയൻസിനെ കുറിച്ച്. സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സയൻസാണ്. നീ അതിലെ ഒരു കാര്യം പോലും നേരിട്ട് അനുഭവിച്ചിട്ടില്ല. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കൊണ്ട് മാത്രം അതുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കുക. അതാണ് ഈ ഓരോ പശുത്തെഴുത്തും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന തത്വം. ഇതാണ് പുസ്തകങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷം അധികാരവും പറയുന്ന കാര്യങ്ങൾ താൻ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ ജീവിക്കുക, പഠിപ്പിക്കുക, വാദിക്കുക, പിന്നെ പ്രചരിപ്പിക്കുക, പിന്നെ അടിച്ചേൽപ്പിക്കുക. ഇതാണ് ഈ 4 കൂട്ടരുടെയും പൊതു സ്വഭാവം. ഈ 4 പശുത്തൊഴുത്തിലുള്ള ആൾക്കാരുടെയും പൊതു സ്വഭാവം അതാണ്. അതായത് പുസ്തകങ്ങൾ നോക്കുന്നു, അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ അത് ശരിയാണ്. ഇത് തന്നെയാണ് സയൻറ്റിസം, ശാസ്ത്രം. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഇലക്ട്രോൺ ഉണ്ട്. ക്വാണ്ടം ഫിസിക്സ് കണ്ടില്ലേ, അടിപൊളി, അതൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും അവനെ നേരിട്ട് കാണാനും പറ്റില്ല, അനുഭവിക്കാനും പറ്റില്ല, ഒന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല, പുസ്തകത്തിലുണ്ടല്ലോ, അത് മതി, സയൻസാണ്. അതുകൊണ്ടാണ് സയൻറ്റിസം അതിൻ്റെ അകത്ത് വരുന്നത്. എത്തീസം അതാണ്, ക്യാപിറ്റലിസം. നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ധർമ്മബോധ കൂട്ടത്തിൽപ്പെട്ടാണ്. അത് സസ്യബോധമാണ്. മറ്റേതെന്താണ്? മൃഗത്തെ പോലെ കാണുന്ന രീതി. ഇത് സസ്യത്തെ പോലെ തങ്ങളെ കാണുന്ന രീതിയാണ്. ഇതാണ് ധർമ്മബോധക്കൂട്ടം എന്ന് പറയുന്ന 2ാം പശുത്തെഴുത്ത്. രണ്ടിനും വിവരം ഉണ്ടാവില്ല, ബോധം ഉണ്ടാവില്ല. ഒരു വലിയ ഭയങ്കര ഇൻ്റലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് കുറേ തിയറിയൊക്കെ കൊണ്ടുവരും. 2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനവിടെ കാണില്ല. ഒറ്റ ചോദ്യം എന്താണ്? ഇത് നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അത് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്? തീർന്നു, അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. മനസ്സിലായോ? അതാണ്. അതായത് നിങ്ങൾ ഒരു പശുത്തൊഴുത്തിലാണോ ഇല്ലയെന്ന് അറിയാനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണണം എന്ന് നിങ്ങൾ പോയിട്ട് ചോദിക്കുക. ആരാണോ നിങ്ങളെ പഠിപ്പിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറയും നിങ്ങളൊരു പശു മാത്രമാണെന്ന് അപ്പോൾ മനസ്സിലാവും. കാരണം പശുക്കൾക്ക് ചോദ്യമില്ല, ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ പാല് ചുരത്തി കൊടുക്കുക, കിട്ടണ വൈക്കോലും തിന്ന് വെള്ളവും കുടിച്ച് പാല് ചുരത്തി കൊടുക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങളോ ശരിയായ ചോദ്യങ്ങളോ ചോദിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു പശുവാണ്, നിങ്ങളൊരു പശുത്തൊഴുത്തിലാണ് നിൽക്കുന്നത്. എന്താണ് ശരിയായ ചോദ്യം? ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവനോട് പോയി കാണിച്ചു തരാൻ പറയണം. ആറ്റം ഉണ്ടെന്ന് പറയുന്നവനോട് കാണിച്ചു തരാൻ പറയണം. പ്രോട്ടോൺ ഉണ്ടെന്ന് പറയുന്ന, ക്വാർക്സ് ഉണ്ടെന്ന് പറയുന്നതിന് ഗോഡ് പാർക്ക് കാണിച്ചു തരാൻ പറയണം. അതാണ് ശരിയായ പഠനം. അല്ലാണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അതുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നാറിയ സ്വഭാവം കാണിക്കരുത്. അത് പശുവിൻ്റെ സ്വഭാവമാണ്. പശുവിന് പുല്ല് കിട്ടിയാൽ മതി, അത് തിന്നുന്നു, വെള്ളം കുടിക്കുന്നു, പാല് കൊടുക്കുന്നു. നിങ്ങളൊരു പശുവാണോ ഇല്ലയെന്നറിയാൻ ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. 2ാമത്തെ കാര്യം, നിങ്ങളൊരു പുസ്തകത്തിൽ വായിച്ചത് കൊണ്ടാണ് അത് ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ നിങ്ങളൊരു പശുവാണ്. കാരണം നിങ്ങളതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കുന്നത്? ആ പുസ്തകം അച്ചടിച്ച് വന്നത് ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നായതുകൊണ്ടാണ്. 2ാമത്, ഭൂരിപക്ഷം മുഴുവൻ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഭൂരിപക്ഷത്തെ അധികാരത്തെയും വിശ്വസിച്ച് ഒരു കാര്യം അതുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് പോകാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ല എങ്കിൽ നിങ്ങളൊരു പശുവാണ്. ഇതാണ് നിങ്ങളൊരു പശുവാണോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള വഴി. ഇതാണ് 2ാം പശുത്തൊഴുത്ത്. 3ാമത്തെ പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ദ്രവ്യബോധക്കൂട്ടം എന്ന് പറയും, പദാർത്ഥബോധക്കൂട്ടം. അതായത് എനിക്ക് ചുറ്റുമുള്ള
എല്ലാ വസ്തുക്കളെയും എൻ്റെ ഭക്ഷണമായിട്ടോ എനിക്ക് അതിജീവിക്കാനായിട്ടുള്ള വെറും ഉപകരണങ്ങൾ മാത്രമായിട്ടോ കാണുന്ന രീതി, എല്ലാത്തിനും വസ്തുക്കൾ മാത്രമായിട്ട്. അതാണ് മൃഗങ്ങളുടെ സ്വഭാവം എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞത് മൃഗങ്ങളെപ്പോലെയാണ് നമ്മളെന്ന് വിചാരിച്ച് ജനിതകത്തെ ഉണ്ടാക്കുന്നതാണ്. ഇതല്ല. ഒരു നായ ഈ ലോകത്തെ കാണുമ്പോൾ നായക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കിടന്നുറങ്ങാനുള്ള സ്ഥലവും ഇത് മാത്രമാണ് ഈ ലോകത്തെ കാണുന്ന രീതി. പൊതുവേ എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ്. കാരണം അവർക്ക് കിട്ടേണ്ട ഭക്ഷണം, വെള്ളം, അത് കിട്ടുന്ന ഒരു സ്ഥലം മാത്രമാണ് ചുറ്റുമുള്ളതെല്ലാം. വേറെ ഒന്നിനും അവർക്ക് വാല്യൂ ഇല്ല പൊതുവേ. അപ്പോൾ ആ രീതിയിൽ തനിക്ക് ചുറ്റുമുള്ള അദ്വൈതാർത്ഥങ്ങളെയും മൃഗങ്ങളെയും മറ്റ് സസ്യങ്ങളെ എല്ലാത്തിനെയും വെറും ഒരു പദാർത്ഥം എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിച്ച് തള്ളുക. അങ്ങനെ ആ തരത്തിൽ ലോകത്തെ വീക്ഷിക്കുന്ന സ്വഭാവത്തിലുള്ളവനെയാണ് നമ്മൾ മായൻ എന്ന് പറയും. അതിൽ നിന്നാണ് മായ വരുന്നത്. മനസ്സിലായ? എമ്മും എംആറും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതൊക്കെ എല്ലാം സബ്സ്ട്രേറ്റ് ലാംഗ്വേജുള്ള വാക്കുകളാണ്. അതൊക്കെ റിവീൽഡ് ആവാൻ കുറച്ച് നാളുകൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പദാർത്ഥങ്ങളായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വത്ത് അവൻ്റെ കയ്യിലുണ്ടോ, പണം അവൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനർജി, അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ്, അവൻ്റെ എന്തെങ്കിലും ഊർജം, അവൻ്റെ ശക്തി, അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ അവൻ്റെ പണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വാല്യൂ, ഇത് മാത്രം ലക്ഷ്യം വെച്ചിട്ട് മറ്റുള്ളവരെ കാണുന്ന രീതിയാണ് പദാർത്ഥ ബോധം എന്ന് പറയുന്നത്. ആ ബോധത്തിനെയാണ് മായ എന്ന് പറയുന്നത്. ആ ബോധത്തിൽ ജീവിക്കുന്നതിനാണ് മായൻ എന്ന് പറഞ്ഞത്. അല്ലാതെ മായ എന്ന് പറഞ്ഞ സങ്കല്പം എന്നല്ല അർത്ഥം. അത് ഈ മൂന്നാം പശുത്തൊഴുത്താണത്. അപ്പോൾ നിങ്ങൾ പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മായനാണ്. നിങ്ങൾ മൂന്നാം പശുത്തൊഴുത്തിലാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരെ മുഴുവൻ എനിക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ മനുഷ്യരെ കാണുന്നത്, മറ്റുള്ള ജീവജാലങ്ങൾ അങ്ങനെ മാത്രമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു മായനാണ്. നിങ്ങൾ മൂന്നാം പശുത്തൊഴുത്തിലാണ്. അതാണ് അതിജീവന കൂട്ടം. അതായത് മൃഗങ്ങളെല്ലാം അതിജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പക്ഷെ അദ്വൈതാർത്ഥങ്ങൾ അങ്ങനെയല്ല. അദ്വൈതാർത്ഥങ്ങൾ ദേവത എന്ന് പറയുന്ന ഈ 3 പ്രിൻസിപ്പിളിനെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അദ്വൈതാർത്ഥങ്ങൾ. പക്ഷേ മൃഗങ്ങൾ അങ്ങനെയല്ല. പൂർണ്ണ മൃഗത്തെ പോലെ ഈ ലോകത്തെ പെർസീവ് ചെയ്യുന്ന രീതിയാണ് മായ എന്ന് പറഞ്ഞത്. പൂർണ്ണ മൃഗത്തെ പോലെ. അതുകൊണ്ടാണ് മൃഗബോധക്കൂട്ടം എന്ന് പറയും. അതിജീവന കൂട്ടം. അതിജീവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക. അതായത് തിന്നുക, തൂറുക, പിന്നെ പെറ്റുവരുക. നമ്മളിന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈ 3 കാര്യം മാത്രമേ ഉള്ളൂ. തിന്നുക, തൂറുക, ഉറങ്ങുക, പെറ്റുവരിക. തിന്നുക, തൂറുക, ഉറങ്ങുക, പെറ്റുവരിക. ഇതല്ലാണ്ട് വേറെ ഒരു അർത്ഥവും ജീവിതത്തിനില്ല. അത് മൃഗങ്ങൾക്കുള്ള അർത്ഥമാണ്. അതാണ് മൂന്നാമത്തെ പശുത്തൊഴുത്ത്. അപ്പോൾ അദ്വൈതാർത്ഥങ്ങൾ ഓരോ ലെവലിൽ നിന്ന് താഴത്തോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ദേവത നഷ്ടപ്പെട്ടപ്പോൾ അവർ മൃഗങ്ങളെപ്പോലെയാണെന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അതിൽ ആ എന്ന് പറയുന്നതാണ് ഈ അനുഭവിക്കുന്നവനും പ്രകടിപ്പിക്കണമെന്ന് പറയുന്നതാണ് ആ എന്ന് പറഞ്ഞത്. ആ ആയും കൂടി നഷ്ടപ്പെടുമ്പോൾ അവൻ സസ്യം പോലെയായി. തങ്ങൾ സസ്യത്തെ പോലെയാണെന്ന് വിചാരിച്ച് നടക്കുക. ഇനി അതിൽ നിന്ന് ഋത്ത് എന്ന് പറയുന്ന കാര്യം പോയി കഴിഞ്ഞപ്പോൾ എം മാത്രമായി. തങ്ങൾ വെറും കമോഡിറ്റികളാണ്, പദാർത്ഥങ്ങൾ മാത്രമാണെന്നുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഇതാണ് മൂന്നാമത്തെ പശുത്തൊഴുത്ത്. നാലാമത്തെ പശുത്തൊഴുതെന്ന് പറയുന്നത് ഈ 3 പശുത്തൊഴുത്തെയും കൂടി കടന്നു വന്നതിന് ശേഷം ചില ആൾക്കാർക്ക് മൊത്തത്തിൽ ഭ്രാന്താവും. കാരണം എന്താണെന്നറിയാം, അവരുടെ ഉള്ളിൽ ഇപ്പോഴും മറ്റേ കോൺഫ്ലിക്റ്റ് നടക്കും. ഈ ദേവത എന്ന് പറയുന്ന അവരുടെ സ്വതസിദ്ധമായ ഗുണവും തനിക്ക് ചുറ്റുമുള്ള വീക്ഷണങ്ങൾ മുഴുവൻ ഇതുപോലുള്ള പശുത്തൊഴുത്തുകളും ആകുമ്പോൾ കുറേ ആൾക്കാർക്ക് ആകെ ഡിപ്രസ്ഡായി പോകും, നൈരാശ്യം വരും. അപ്പോൾ അവർ പെട്ടെന്ന് പറയും ഇതെല്ലാം വെറും തോന്നലാണ്, സങ്കല്പമാണ്, ഇവിടെ ഒന്നുമില്ല, മണ്ണാങ്കട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ സ്പിരിച്വലായിട്ട് നടക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വെറും തോന്നലാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മണ്ടന്മാർ. ആ മണ്ടന്മാരാണ് ലാസ്റ്റാമത് വരുന്ന ശൂന്യബോധക്കൂട്ടം. എന്താണ് ശൂന്യ എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന ഗുണലയനം ഇല്ലാത്തവൻ എന്നാണ്. എന്ന് വെച്ചാൽ അടിസ്ഥാന ഗുണം അവൻ്റെ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. അപ്പോൾ അവൻ ഇതെല്ലാം നോക്കിയിട്ട് പറയും ഇത് വെറും തോന്നലാണ്, ഇത് വെറും നുണയാണ്, ഇവിടെ ഒന്നുമില്ല, എല്ലാം വെറുതെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഭ്രാന്തക്കൂട്ടമാണ് ശൂന്യബോധന്മാർ. അവരാണ് ഹും യ എന്ന് പറയും. ആ ഹും യ എന്ന് പറയുന്നതിൽ നിന്നാണ് ഹ്യൂമൻ ഉണ്ടാകുന്നത്. ഹ്യൂമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്, ഒന്നുമില്ലാത്തവൻ. മനസ്സിലായോ? എല്ലാ ബോധവും നഷ്ടപ്പെട്ട് കഴിഞ്ഞവൻ. അതായത് ദേവത എന്ന് പറയുന്നത് മാത്രമല്ല, ദേവത എന്നുള്ള ബോധം പോയി. പിന്നെ അത് കഴിഞ്ഞ് അനുഭവിക്കുന്നവനും പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ അത് പോയി. പിന്നെ ഒരു സസ്യത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്, ഋതും പോയി. പിന്നെ മായെന്ന് പറഞ്ഞ അവസ്ഥയും പോയി. ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഫുള്ള് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയെന്ന് പറയില്ലേ, ഒരു ശൂന്യനെ പോലെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ.
അതാണ് ഹോമിയ, ശൂന്യബോധം. ഇതാണ് 4ാമത്തെ പശുത്തൊഴുത്ത്. അതൊരു പശുത്തൊഴുത്താണെന്ന് പറയാൻ പറ്റില്ല, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ നമ്മൾ സ്പിരിച്വാലിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ എണ്ണം അങ്ങനെ ഉണ്ട്, ഭ്രാന്ത് പിടിച്ചവന്മാരാണ്. അവന്മാർ തന്നെ അറിയില്ല എന്താണെന്ന് യാഥാർത്ഥ്യം. ഇങ്ങനെ ഈ 4 തരം പശുത്തൊഴുത്തുകളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതിൽ പെടാത്ത ഒരുത്തം പോലും ഇല്ല. നിങ്ങൾ ഈ 4 പശുത്തൊഴുത്തിലും പെട്ടവർക്കാണ് നിങ്ങൾ ഒരു മകനായിട്ടോ മകളായിട്ടോ ജനിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഈ പശുത്തൊഴുത്ത് ഇല്ലായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ അവർ നിങ്ങളെ ഇതിലേതെങ്കിലും ഒരു ബോധം നിങ്ങൾക്ക് തരും. ഒന്നെങ്കിൽ നിങ്ങൾ ജനിതക ബോധം തരും, അല്ലെങ്കിൽ ധർമ്മബോധ കൂട്ടത്തിലോട്ട് അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദ്രവ്യബോധ കൂട്ടത്തിലോട്ട് അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ശൂന്യബോധ കൂട്ടത്തിലോട്ട് അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ഈ പശുത്തൊഴുത്തിൽ അന്തേവാസിയായി ജന്മം മുഴുവൻ തീരുന്നത്. ദേവത എന്ന് പറയുന്ന അടിസ്ഥാന ഗുണങ്ങളെയോ അടിസ്ഥാന കൺസ്ട്രക്റ്റിനെ നിങ്ങൾക്ക് ഒരിക്കലും ആവിഷ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഓരോ എന്താണ് പറയുക, പാഴായിട്ടും മൃഗങ്ങളെപ്പോലെയും സസ്യത്തെപ്പോലെയും തീർത്തു. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ടുള്ള ഗുണം ആർക്കാണെന്നുള്ളതാണ്. നിങ്ങൾ വെറും പശുവിനെ പോലെ ഈ പുല്ലും വെള്ളവും കഴിച്ച് വെറും പാല് കൊടുക്കുന്ന വെറും മൃഗങ്ങൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ തന്നെ ഇറച്ചിയും മാംസം എടുത്ത് അവർ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസ മുഴുവൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം 70%, 80% ടാക്സ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ പോകുന്നത് എന്താണ്, മെഡിക്കൽ ഇതിന് പോകും. ജീവിച്ച എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റ് പെരുകാൻ വേണ്ടി മാത്രം, മൃഗങ്ങളെപ്പോലെ. വേറെ ഒരു ലക്ഷ്യവുമില്ല, വേറെ ഒരു കാര്യമില്ല ഇവിടെ. അപ്പോൾ അദ്വൈതാർത്ഥം എന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരു കുഞ്ഞ് അവസാനം എത്തിച്ചേരുന്ന ലാസ്റ്റ് പശുത്തൊഴുതെന്ന് പറയണത് വേറെ ഇതെല്ലാം തോന്നലാണ് എന്ന് പറഞ്ഞ ഭ്രാന്തമായ അവസ്ഥയിലോട്ടാണ് എത്തിച്ചേരുന്നത്. ചില ആൾക്കാർ ജനിതക ബോധത്തിൽ തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. ചില ആൾക്കാർ വന്ന് ജനിക്കുന്ന അവരുടെ അച്ഛനും അമ്മയും എന്തായിരിക്കും, ധർമ്മബോധ കൂട്ടമായിരിക്കും. ചില ആൾക്കാർ വന്ന് ജനിക്കുന്നത് ദ്രവ്യബോധ കൂട്ടം, ആ സ്വഭാവമുള്ള മാതാപിതാക്കൾക്കായിരിക്കും. ചില ആൾക്കാർ വരുന്നത് ശൂന്യബോധ കൂട്ടത്തിലായിരിക്കും. ഈ 4 വൃത്തികെട്ട നുണച്ചനും നുണച്ചിയുമായിട്ടുള്ള ഈ വൃത്തികെട്ട 4 ഈ ജന്തുക്കൾ, അതായത് അച്ഛനും അമ്മയെന്ന് പറയുന്ന ഈ ജന്തുക്കൾ, ഈ ജനിക്കുന്ന പുതിയ അദ്വൈതാർത്ഥത്തെ ഈ ഏതെങ്കിലും കൂട്ടത്തിലായിരിക്കും അവർ വളർത്തുന്നത്. അപ്പോൾ ഈ അദ്വൈതാർത്ഥത്തിന് ഒരിക്കലും തന്നെ കണ്ടെത്താനോ തൻ്റെ ഗുണങ്ങളെ കണ്ടെത്താനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇങ്ങനെ പറ്റാതെ വരുന്ന സമയത്താണ് കുറേ ആൾക്കാർ മാനസികമായി പോകുന്നത്, കുറേ ആൾക്കാർ ഡ്രഗ്സിന് അടിമപ്പെടുന്നത്, കുറേ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഡെസ്പറേഷനിലും മറ്റേതിലൊക്കെ പോകുന്നത്, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ. അപ്പോൾ ഇത് ആർക്കാണ് ഗുണം? ഈ പശുത്തൊഴുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് ഈ പശുത്തൊഴുത്ത് ഇവിടെ ഉണ്ടായത്? പുസ്തകങ്ങൾ വെച്ചിട്ടാണ്. നിങ്ങളുടെ ബൈബിളും ഖുറാനും വേദഗ്രന്ഥങ്ങളും ഈ പുസ്തകങ്ങൾ വെച്ചിട്ടാണ് ഈ പശുത്തൊഴുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലായി? ഈ പശുത്തൊഴുത്തുകൾ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് കാണുന്ന ആ ഗ്രന്ഥങ്ങളാണ്. ഇതൊന്നുമല്ല അദ്വൈതാർത്ഥം എന്ന് പറയുന്നത്. ദേവത എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഗുണബോധം, രസബോധം എന്ന് പറയും, ഗുണരസബോധം, സൃഷ്ടിഗുണം, പിന്നെ ആവിഷ്കാര മേഖല. ഈ 3 കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൃഷ്ടികൾ ചെയ്യാനും ആ സൃഷ്ടി ആസ്വദിക്കാനും സൃഷ്ടി ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ജനിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ. അത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയിട്ട് കുറേ ജനിതക വംശബോധം ഉണ്ടാക്കി, കുറേ ധർമ്മബോധ കൂട്ടം ഉണ്ടാക്കി, കുറേ ദ്രവ്യബോധ കൂട്ടങ്ങളുമായി ശൂന്യബോധ കൂട്ടങ്ങളുമായിട്ട് ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് തിന്നുക, തൂറുക, ഉറങ്ങുക, പെറ്റുപെരുക, തിന്നുക, തൂറുക, ഉറങ്ങുക, പെറ്റുപെരുക, ഇങ്ങനെ വെറും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഈ തൊഴുത്തിൽ കിടക്കുന്ന ഈ പശുക്കൾ ശരിക്കും അവർ ജനിച്ചപ്പോൾ അദ്വൈതാർത്ഥങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി ആരാ നശിപ്പിക്കുന്നത്? നിങ്ങളുടെ പുരോഹിതന്മാർ, നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ, പിന്നെ കള്ളശാസ്ത്രവാദികൾ. ഇവരെല്ലാവരും കൂടിയാണ് നിങ്ങൾ ജനിക്കുന്ന ലക്ഷ്യത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ നാൾ കഴിയുമ്പോൾ ജീവിതത്തിന് ലക്ഷ്യമില്ല, ഒന്നുമില്ല, എല്ലാം വെറും ഒന്നുമല്ല എന്ന് പറഞ്ഞ തോന്നലോട്ട് എത്തുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായി? എന്നിട്ടും അവസാനം മീനിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ട് ഏതോ സ്വർഗമുണ്ട്, 72 ഹൂറിമാരെ കിട്ടും, വേറെ ആൾക്കാർക്ക് പിന്നെ അതുമില്ല, അങ്ങനെ ഇങ്ങനെ കുറേ കഥകളുണ്ടാക്കും. മരിച്ചതിന് ശേഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കോപ്പാണ്. മരിച്ചതിന് ശേഷം ഒന്നും ഇല്ലടേ. മരിച്ചതിന് ശേഷം പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, വെറുതെ കഥയാണ്. കാരണം എന്താ? അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ അദ്വൈതാർത്ഥങ്ങളെ മുഴുവൻ എനർജി റിസോഴ്സായിട്ട് ഉപയോഗിക്കുകയാണ്. മൃഗങ്ങളെ ഫാം ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ, സസ്യങ്ങളെ കൃഷിയിടത്ത് ഉപയോഗിക്കുന്നത് പോലെ, പദാർത്ഥങ്ങളെ ഖനനം ചെയ്തും ഇതിനൊക്കെ മറ്റുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ. പിന്നെ ശൂന്യബോധ കൂട്ടങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ അവരെ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രിക്കാണ്.
കാരണം കുറേ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അവർ വെച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നിങ്ങളെ ഊറ്റി 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 ജനിക്കുന്നതിൻ്റെ ജന്മലക്ഷ്യം പൂർണ്ണമായി ഇവർ നശിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടെ ഭൂമിയിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഈ 4 പശുത്തൊഴുത്തുകൾ ഇവിടെയുണ്ട്. അതിനെയാണ് അർത്ഥമായ അല്ലെങ്കിൽ അധമായ, ഋതമായ അല്ലെങ്കിൽ തമായ, മായ അല്ലെങ്കിൽ മരിയ, ഹുമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ. ഈ 4 കാര്യങ്ങളും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കൺസ്ട്രക്റ്റാണ്, മനസ്സിലായോ? അപ്പോൾ ഈ 4 പശുത്തൊഴുത്തിലും നിങ്ങൾ വന്ന് വീഴുന്നുണ്ടോ? ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. 4 യുഗങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യുഗം എന്ന് പറഞ്ഞാൽ കാലം എന്നല്ല അർത്ഥം. യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൻ്റെ കേന്ദ്രമെന്നാണ്. മനസ്സിലായോ? ഞാനത് വേറെ വീഡിയോയിലും കൂടി ഞാൻ പറയും. ഈ ബോധത്തിൻ്റെ കേന്ദ്രത്തെയാണ് ഈ പറയുന്നത്. ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ജനിതക ബോധത്തിലൂടെയാണോ, ധർമ്മബോധത്തിലൂടെയാണോ, ദ്രവ്യബോധത്തിലൂടെയാണോ, ശൂന്യബോധത്തിലൂടെയാണോ? ഇതിൽ 4 യുഗങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 5 യുഗങ്ങളുണ്ട്. വേറെയുണ്ട്, പക്ഷെ എന്നാലും ഒരു യുഗം ഞാൻ കൂട്ടിയിട്ടില്ല. അത് സത്യയുഗമാണ്. സത്യയുഗം എന്ന് പറയുന്നത് അദ്വൈതാർത്ഥമായി തന്നെ ലോകത്തെ കാണുന്ന രീതിയാണ്. ദേവത എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൽ ലോകത്തെ കാണുന്നതാണ് സത്യയുഗം. ജനിതക ബോധക്കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ത്രേതായുഗം. ഈ ത്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ 4 ഉണ്ട്. തൃ എന്ന് പറയുന്നതാണ് 3. അത് കഴിഞ്ഞിട്ടൊരു ത് കൂടി ചേർക്കുന്നതാണ് 4. അതാണ് അർത്ഥം എന്ന് പറയുന്ന വാക്ക്. ആ ത് ത്രേ ത് എന്ന് പറഞ്ഞാൽ 3 എന്നല്ല, തൃ എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? 3. ഈ 4 ചേരുന്നതാണ് ത്രേതം എന്ന് പറയുന്നത്. അതാണ് ജനിതക ബോധക്കൂട്ടം. ജനിതക ബോധത്തിനെയാണ് ത്രേതായുഗം എന്ന് പറയുന്നത്. ദ്വാപരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 2 എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മനസ്സിലായോ? ഈ പരം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് 2 ആണ്. പരം എന്ന് പറയുന്നത് 3ാമത്തെ കാര്യമാണ്. ഈ പരം എന്ന് പറയുന്നതാണ് എന്ന് പറയുന്ന ശബ്ദം. തീകം എമ്മും എന്ന് പറയുന്നതാണ് അതാണ് 2ഉം പിന്നെ പ്ലസ് 3ാമത്തും കൂടി ചേർത്ത് പറയുന്നതാണ് പരം. ആ പരത്തിലെ എന്ന് പറയുന്നത് ഈ ആണ്. അതാണ് ഋതമായ, അതായത് ഋതം യുഗം, ത്രേത യുഗം, ദ്വാപര യുഗം. എന്താണത്? യുഗം എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ കേന്ദ്രം എന്നാണ്. പിന്നെ വരുന്നതാണ് കലിയുഗം എന്ന് പറയുന്നത്. ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റർ യുഗം എന്നാണ്. ഒരു പ്രിഡേറ്ററെ പോലെ എല്ലാത്തിനെയും കാണുക. അതാണ് ഞാൻ പറഞ്ഞ മായ എന്ന് പറയുന്നത്. എന്താണ്? എല്ലാത്തിനെയും വെറും കമോഡിറ്റി മാത്രമായിട്ട് കണ്ടുപയോഗിക്കുന്ന സ്വഭാവത്തെയാണ് പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ. മറ്റൊരു അദ്വൈതാർത്ഥത്തെ കണ്ടാലും അവനെ വെറും ഒരു ഗോൾഡ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫ്രൂട്ട് പോലെയൊക്കെ കണ്ട് മാത്രം ഉപയോഗിക്കാനുള്ള വസ്തുവായിട്ട് മാത്രം കാണുന്ന രീതി, അത് പ്രിഡേറ്റർ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അതിന് കലിയുഗ എന്ന് വേറൊരു പേര് പറഞ്ഞത്. അതാണ് ശരിക്കും മായ എന്ന് പറയുന്നത്. 4ാമത്തത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ 4ാമത്തെ ഈ സ്റ്റേജാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കണ്ട സിനിമയിൽ ഇത് എന്താണ് അവസ്ഥാന്തരം എന്ന് പറയില്ലേ? ഭ്രമയുഗം. സംഭവിക്കുക. എന്താണ് ഭ്രമം സംഭവിക്കുക? ഭ്രാന്ത് പിടിക്കുക. അതാണ് ഈ ശൂന്യബോധക്കൂട്ടം, ഹുംയ എന്ന് പറയുന്നത്. ഈ യുഗങ്ങളെന്ന് പറയുന്നത് ഈ ബോധത്തെയാണ്, അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാലത്തെയല്ല. അത് കാലമാകുന്നത് ലോകത്തുള്ള ആൾക്കാർക്കെല്ലാം ഒരേപോലെ ഇത് വന്നു കഴിയുമ്പോൾ അതൊരു കാലം, ഒരു സമയം എടുത്തിട്ട് അത് മാറ്റം വരുള്ളൂ. അതുകൊണ്ടാണ് അതിനെ കാലം എന്നുകൂടി വിളിക്കുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് അത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഈ ബോധം ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു ബോധത്തിലായിരിക്കും നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ. ഇതിലേതെങ്കിലും ഒരു ബോധത്തിലായിരിക്കും നിങ്ങളുടെ ഗുരുക്കന്മാർ. ഇതിലേതെങ്കിലും ഒരു ബോധത്തിലായിരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ. ഇതിലേതെങ്കിലും ഒരു ബോധത്തിലുള്ളവരായിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞ് ഇതുപോലുള്ള ഊളകളുടെ ഇടയിലാണ് ഒരു അദ്വൈതാർത്ഥം വന്ന് ജനിക്കുന്നതെങ്കിൽ ആദ്യത്തെ 5-6 വർഷങ്ങൾ അവൻ ശരിക്കും പറഞ്ഞാൽ സ്വർഗം അനുഭവിക്കും. അതിനുശേഷം അവർ ഈ ജനിതകബോധ കൂട്ടത്തിലോട്ടോ ധർമ്മബോധ കൂട്ടത്തിലോട്ടോ അല്ല ദ്രവ്യബോധ കൂട്ടത്തിലോട്ടോ ശൂന്യബോധ കൂട്ടത്തിലോട്ടോ ചേർക്കാൻ തുടങ്ങും. എങ്ങനെ ചേർക്കുന്നത്? അവിടെയാണ് അത് എങ്ങനെ ചേർക്കുന്നതെന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡായിട്ട്. ഈ 4 ബോധങ്ങളും അദ്വൈതാർത്ഥത്തിൻ്റെ ശത്രുവാണ്. എന്ന് വെച്ചാൽ ജനിക്കുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്ന 4 തരത്തിലുള്ള പശുത്തൊഴുത്താണത്. ഈ പശുത്തൊഴുത്തിലാണ് നിൻ്റെ തന്തയും തള്ളയും ഉള്ളത്. നിന്നെ ഇങ്ങനെ ആക്കിയത് അവരാണ്. നീ എന്ന് പറയുന്ന അദ്വൈതാർത്ഥത്തെ ഒരു ഗുണവുമില്ലാത്ത വെറും തിന്നുക, തൂറുക, വിസർജിക്കുക, പെറ്റുവരിക എന്ന് പറയുന്ന വെറും ജന്തുവാക്കി മാറ്റിയത് നിൻ്റെ തന്തയും തള്ളയുമാണ്. അല്ലാണ്ട് വേറെ ആരുമല്ല. നിൻ്റെ തന്തയും തള്ളയുമാണ്. അവർ നിന്നെ കുറേ നുണകൾ പഠിപ്പിച്ചു, നുണച്ചനും നുണച്ചയും കൂടി. ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അത് അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.
അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നീ ഇപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും, പക്ഷേ നിൻ്റെ ഉള്ളിൽ നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നീ അത് സഹിച്ച് ജീവിക്കണം. എന്താ, നിനക്ക് കുറേ പ്രാരാബ്ദം വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിൻ്റെ തലയിൽ കുറേ പ്രാരാബ്ദങ്ങൾ വന്ന് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഒരിക്കലും നിനക്ക് ഇനി പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് ജീവിച്ച് മരിക്കണം നീ. എന്നിട്ട് അതെന്തോ വലിയ ഹീറോയിസമാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചു തരും. എന്ത് ഹീറോയിസം? നീ ഇവിടെ ജനിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ജനിതകം, പിന്നെ മനുഷ്യനെന്ന് പറയുന്ന, അല്ല ഇത് നമ്മൾ പറയുന്ന അദ്വൈതാർത്ഥങ്ങളുടെ ആ ജനിതകം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. ജനിതകം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നിലനിൽപ്പാണ്, അത് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ ജനിതക ബോധമല്ലാതെ ആപ്പിൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അതേപോലെ അത് കണ്ടിന്യൂ ചെയ്യും. നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ വന്നത് ദേവത എന്ന് പറയുന്ന 3 കാര്യത്തെ ആവിഷ്കരിക്കാനാണ്. അത് നിന്നിൽ നിന്ന് പോകുന്നതാണ് ഡെസ്പറേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാണ്ടിരിക്കുക, അത് നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നത്. എന്നിട്ട് അവസാനം കുറേ നാൾ കഴിയുമ്പോൾ എല്ലാ അർത്ഥവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവസാനം പിന്നെ സ്വർഗത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് പള്ളിയിലായി, അമ്പലത്തിലായി, മോസ്കിലായി ഒക്കെ പോയിട്ട് ഭയങ്കര ആരാധനയാണ്. കാരണം എന്താ, ജീവിതത്തിൻ്റെ അർത്ഥമൊക്കെ തീർന്നു, പെറ്റ് പെരുകി. ഇനി വരുന്ന കാലഘട്ടത്തിലൊന്നും നടക്കത്തില്ല. ഇങ്ങനെയൊക്കെ ജനിപ്പിക്കുന്ന മക്കളിൽ നിന്ന് തന്നെ ക്രൂരമായിട്ടുള്ള തിരിച്ചടികൾ മാതാപിതാക്കൾക്ക് നല്ലതുപോലെ കിട്ടണം. വരുന്ന ജനറേഷൻ തന്നെ അതിനെ തകർത്ത് തരിപ്പണമാകണം. എന്നാലേ മനസ്സിലാവത്തുള്ളൂ ഇതല്ല യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പം ഇതാണ് 4 പശുത്തൊഴുത്തുകൾ. മനസ്സിലായോ? ഏറ്റവും വലിയ സങ്കടകരമാണ് തന്തയും തള്ളയും ഇതിലേതെങ്കിലും ഒരു വൃത്തികെട്ട പശുത്തൊഴുത്തിലെ അന്തേവാസിയായിരിക്കും എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാനൊരു പശുത്തൊഴുത്തിൽ നിൽക്കേണ്ട ആളാണെങ്കിൽ പോലും എനിക്കറിയാം എനിക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷേ എനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ പശുത്തൊഴുത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അത്ര പോലും കാരുണ്യമില്ലാത്ത വെറും വൃത്തികെട്ട ജന്തുക്കളാണ് പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള തന്തയും തള്ളയും എന്ന് പറയുന്നത്. വെറും വൃത്തികെട്ട ജന്തുക്കളാണ്, വെറും നശൂലങ്ങളാണ്. വെറും നശൂലങ്ങൾ. ആ സ്വാതന്ത്ര്യത്തിലോട്ടും അവളുടെ ഗുണങ്ങൾക്കനുസരിച്ച് വളരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെങ്കിലും ചെയ്തു കൊടുക്കാം. ഞാനും അനുഭവിച്ചില്ല, ഞാനൊരു അടിമയായിട്ടാണ് ജീവിച്ചത്. പക്ഷെ അങ്ങനെയല്ല, എന്നെപ്പോലെ എൻ്റെ മക്കളും അടിമയായിട്ട്, അന്തസ്സുള്ള അടിമകളായിട്ട് ജീവിക്കണം. അതാണ് ഈ നാറികളുടെ സ്വഭാവം. തന്തയും തള്ളയെന്ന് പറഞ്ഞ വൃത്തികെട്ട ജന്തുക്കൾ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന സർക്കിളിൽ ജീവിക്കുന്ന 90% വൃത്തികെട്ട ജന്തുക്കളാണ് ഈ മാതാപിതാക്കൾ. വെറും നശൂലങ്ങൾ, നോണച്ചനും നോണച്ചി, കള്ളക്കഥകൾ മുഴുവൻ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കും. പ്രപഞ്ച സൃഷ്ടാവുണ്ട്, എൻ്റെ തന്തയുണ്ട്, തള്ളയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ച് കള്ളത്തരങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് ആ തലയിൽ കയറ്റി കൊടുക്കും. വൃത്തികെട്ട പന്നികൾ. വെറുപ്പാണ് ഇതിനൊക്കെ കാണുന്നത്. ജന്തുക്കൾ. ഒരു സ്വന്തം ജനിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു അദ്വൈതാർത്ഥത്തെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാതെ വെറും എന്താ പറയുക, അവർ സ്വന്തം മക്കളെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന ആൾക്കാർ എപ്പോഴും അങ്ങനെ കാണുള്ളൂ. അത് ഞാൻ വേറൊരു പ്രസൻറ്റേഷനിൽ ചെയ്യണം. ഇതെല്ലാം കൂടി പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 38 മിനിറ്റായി. കാരണം ഇത് വലിയൊരു നെറ്റ്വർക്കാണിത്. നിൻ്റെയൊക്കെ തലമണ്ടക്കകത്ത് നിൻ്റെ തന്തയും തള്ള എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന ചെളിയെന്ന് മനസ്സിലാക്കണം, ആ വൃത്തികെട്ട ജന്തുക്കൾ. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് പ്രശ്നം. കാരണം അവരുടെ തന്തയും തള്ളാണ് അതിൻ്റെ പ്രശ്നം. ഇങ്ങനെ നിങ്ങൾ പുറകോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തുക എന്നറിയോ? നിങ്ങൾ ചെന്നെത്തുന്നത് ഈ നിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിലും പിന്നെ അവസാനം ഇത് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരും പിന്നെ യുവമാരിരിക്കുന്ന അവന്മാരുടെ ഗ്രഹമുണ്ടല്ലോ, പള്ളിയും ദേവാലയം ക്ഷേത്രം, ഈ 3 സ്ഥലങ്ങളിലെത്തി. ഇവിടുന്നാണ് അതെല്ലാം വരുന്നത്. ഈ വൃത്തികേട് മുഴുവൻ വന്നിരിക്കുന്ന അവിടുന്നാണ്. നിങ്ങൾ പുറകോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ചെന്നെത്തുക. മനസ്സിലായോ? പക്ഷേ അത് നടത്തുന്ന അവർക്ക് വേട്ടയാടാനും ഇരയെ പിടിക്കാനുള്ള അവകാശമുണ്ട്. അത് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരാൾക്ക് ഇവിടെ കള്ളം പറയാനുള്ള അവകാശമുണ്ട്, കള്ളം പറഞ്ഞ് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഈ ഭൂമിയിൽ. അതാണ് ഞാൻ പറഞ്ഞ 3 സനാതന ധർമ്മമുണ്ടെന്ന്. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ ഇടയിൽ പെടാതിരിക്കാനായിട്ടുള്ള ഒരു ചിന്തയെങ്കിലും എനിക്ക് വേണ്ടി. അതെങ്ങനെയാണ്? ഞാനും അതേ ഇരയായിട്ട് നിൽക്കുകയാണ്, ഞാനും അടിമയാണ്. എന്നിട്ട് പുതിയൊരു അദ്വൈതാർത്ഥത്തെ കൊണ്ടുവന്ന് ഞാൻ അവനെ അടിമയാക്കി അവർക്ക് വിറ്റ് ചെയ്യണം. എന്തൊരു വൃത്തികെട്ട പന്നികളാണ് ഈ പ്രത്യേകിച്ച് ഈ നാട്ടിലെ തന്തയും തള്ളമാർ. എവിടെ പോയാലും ഇത് തന്നെ കാണുന്നത്. മനസ്സിലായി? എവിടെ ചെന്നാലും ഈ നാറികളെയാണ് കാണുന്നത്, ഇതുപോലുള്ള തന്തയും തള്ളമാർ. ഒരാളെപ്പോലും വ്യത്യാസമുണ്ട്. ചില ആൾക്കാരുണ്ടാവും കുറച്ച് ബോധമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഭൂരിഭാഗം കാണുന്നത് ഇതുപോലെ നെറികെട്ട വെറും പന്നികളായിട്ടുള്ള വൃത്തികെട്ട ജന്തുക്കൾ. മനസ്സിലായി? എന്തിന് ജനിക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്ത നാറികൾ, പാരനാറികൾ എന്ന് പറഞ്ഞപ്പോൾ. കാരണം അത്രയ്ക്ക് ദേഷ്യം വരും. അവരെങ്ങനെയാണ് ജനിക്കുന്ന അദ്വൈതാർത്ഥത്തെ നശിപ്പിച്ചില്ലാണ്ടാക്കുന്നത്, ഈ 4 തരം പശുത്തൊഴുത്തിലോട്ട് കൊണ്ടുപോയിട്ടിട്ട് അവരെ നശിപ്പിക്കുന്നത്. ഭയങ്കര സങ്കടകരമാണ്.